ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മത്സരത്തിന് ശേഷം ഫെഡോ സെർണിച്ച് എന്ന സൂപ്പർ താരം തന്റെ ഗോളിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും കൂടാതെ തന്നെ മറ്റു കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കി വരുന്നത്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മത്സരം കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മത്സരത്തിലെ അവസാന ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് ബ്ലാസ്റ്റേഴ്സ് ഈ അടുത്ത് ലൂണക്ക് പകരക്കാരനായിക്കൊണ്ട് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്ന ഫെഡോ സെർണിച്ച് ആയിരുന്നു. ഏതായാലും ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി 2-4 ഗോളുകൾക്കായിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഫെഡോറിന്റെ ഈ ഒരു ഗോളിനെ കുറിച്ച് അദ്ദേഹം തന്നെ കളി കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഫെഡോറിന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഞാനിപ്പോൾ വളരെയധികം സന്തോഷവാനാണ്. ഇതിന്റെ കാരണം എന്നത് എന്റെ ആദ്യ ഗോൾ കൊച്ചിയിൽ വെച്ച് ആയതുകൊണ്ട് തന്നെയാണ്. ഇത് മാത്രമല്ല, ഞാൻ ഗോൾ അടിച്ചതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആരാധകരോടൊപ്പം കൊച്ചിയിൽ വെച്ച് ഒന്നിച്ച് ആഘോഷിക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഇപ്പോൾ. ഇതുകൂടാതെ ഈ ഒരു മത്സരം വിജയിച്ചതോടെ ഞങ്ങൾക്ക് 3 പോയിന്റ് കരസ്ഥമാക്കാൻ സാധിക്കുകയും ചെയ്തു. തീർച്ചയായും ഇതിലേക്ക് മാത്രമായിരുന്നു ഞങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ഉണ്ടായിരുന്നത്. ഏതായാലും ഇനി അങ്ങോട്ട് വളരെയധികം നിർണായകമായ മത്സരങ്ങൾ വരാൻ പോകുന്നതേ ഉള്ളൂ. ഈ കാര്യങ്ങളൊക്കെയാണ് മത്സരത്തിന് ശേഷം തന്റെ ഗോളിനെ കുറിച്ചും കൂടാതെ തന്നെ ഈ ഒരു മത്സരത്തെ കുറിച്ചും ഫെഡോ സെർണിച്ച് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഫെഡോറിന്റെ ഈ ഒരു വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്റെ ആദ്യ ഗോൾ കൊച്ചിയിൽ വെച്ച് കൊച്ചിയിലെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മുന്നിൽ അടിക്കാൻ സാധിച്ചതിൽ അദ്ദേഹം ഹാപ്പിയാണെന്നും കൂടാതെ തന്നെ ഇനി വലിയ വലിയ മത്സരങ്ങൾ വരാൻ പോകുന്നതേ ഉള്ളൂമെന്നാണ് ഈ ഒരു വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഫെഡോർ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിലേക്ക് വന്ന ഉടനെ തന്നെ ഒരുപാട് വിമർശനങ്ങളായിരുന്നു താരത്തിനെതിരെ വരാൻ തുടങ്ങിയത്. കാരണം ആദ്യത്തെ 2 മത്സരത്തിലും താരത്തിന് മികച്ച പ്രകടനങ്ങളൊന്നും പുറത്തേക്കെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. 2 മത്സരങ്ങളിൽ ആദ്യ 11-ൽ ഇറങ്ങിയ താരത്തിന് വലിയ ഇമ്പാക്റ്റ് ഒന്നും മത്സരങ്ങളിൽ ഉണ്ടാക്കാൻ സാധിക്കാതെ വന്നപ്പോൾ കഴിഞ്ഞ ഗോവയ്ക്കെതിരായുള്ള മത്സരത്തിലും താരത്തെ ആദ്യ 11-ൽ കണ്ടതോടെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാവരും ഒരുമിച്ച് ചോദിച്ച ഒരു ചോദ്യമാണ് ഇവനെ എന്തിനാണ് ഇറക്കുന്നത് എന്ന്. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ തന്നെ താരത്തിന്റെ ഭാഗത്തു നിന്നും ഒരുപാട് ശ്രമങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ശേഷം രണ്ടാം പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് 3 ഗോൾ നേടിയതിനു ശേഷം താരത്തിന്റെ ഒരു വണ്ടർഫുൾ ഗോൾ നമുക്ക് കാണാൻ സാധിച്ചു. ഏതായാലും ഇത് തന്നെയാണ് ഫെഡോ സെർണിച്ചിന്റെ ISL കരിയറിലെ ആദ്യത്തെ ഗോൾ എന്നത്. എന്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ലൂണക്ക് പകരക്കാരനായിക്കൊണ്ട് ഫെഡോ സെർണിച്ചിനെ ടീമിലേക്ക് എത്തിച്ചതിൽ വളരെയധികം ഹാപ്പിയാണ് ഞാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ താരത്തിന്റെ അത്രയും വലിയ മികച്ച പ്രകടനങ്ങൾ തന്നെയാണ് നമുക്ക് കഴിഞ്ഞ മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഏതായാലും നമുക്ക് നിരാശ നൽകുന്ന ഒരു വാർത്ത എന്നത് ഈ ഒരു താരം വെറും 2 മാസത്തേക്ക് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അതെ, ലൂണക്ക് പരിക്ക് മാറി അടുത്ത സീസണിൽ താരം തിരിച്ചെത്തും. അതുവരെ ആയിരിക്കും ഫെഡോ സെർണിച്ച് ബ്ലാസ്റ്റേഴ്സിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഏതായാലും ഫെഡോറിന്റെ കഴിഞ്ഞ മത്സരത്തിലെ പ്രകടനത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. കൂടാതെ നമ്മുടെ ഈ ചാനൽ 10K സബ്സ്ക്രൈബേഴ്സ് എന്ന വലിയൊരു മൈൽ സ്റ്റോണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ ഏതായാലും അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.